നമസ്കാരം. വിവാദങ്ങളും വാഗ്വാദങ്ങളും നിറഞ്ഞു നിന്ന വാശിയേറിയ പ്രചാരണത്തിനിടെ ഇന്നേക്ക് 5-ാം നാൾ നിലമ്പൂർ വിധിയെഴുതും. പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലെത്തിയ പെട്ടി പരിശോധനാ വിവാദം ചർച്ചയാക്കാൻ UDF-ന് തന്നെ അത്ര താല്പര്യം പോരാ. ഇടതുമുന്നണിയുടെ ആയുധം ജമാഅത്തെ ഇസ്ലാമിയുടെ UDF പിന്തുണ തന്നെ. UDF-നെ കടന്നാക്രമിച്ചും വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പ്രഖ്യാപിച്ചും LDF പ്രചാരണം നയിക്കുകയാണ് മുഖ്യമന്ത്രി. UDF ക്യാമ്പിന് കൂടുതൽ ആവേശം പകരാൻ പ്രിയങ്ക ഗാന്ധി നാളെ മണ്ഡലത്തിലെത്തും. നിലമ്പൂരിലെ രാഷ്ട്രീയ സ്പന്ദനങ്ങളും അടിയൊഴുക്കുകളും ആഴത്തിലറിയാം. പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിലമ്പൂരിൽ തിരക്ക് പിടിച്ച പ്രചാരണത്തിലാണ് മുന്നണികൾ. വാശിയേറിയ പ്രചാരണത്തിലാണ് മുന്നണികൾ. മണ്ഡലത്തിലെ 2 തെരഞ്ഞെടുപ്പ് റാലികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച മുഖ്യമന്ത്രി UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിനെ അതിരൂക്ഷമായ ഭാഷയിൽ ഇന്നും വിമർശിച്ചു. UDF-നായി പ്രിയങ്ക ഗാന്ധി നാളെ മണ്ഡലത്തിലേക്ക് എത്തും. വാഹന പ്രചാരണവുമായി NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവറും പ്രചാരണത്തിൽ സജീവമാണ്. കലാശക്കൊട്ടിന് കൃത്യം 4 നാൾ. കാടടച്ചുള്ള പ്രചാരണത്തിന് തിരശ്ശീല വീഴാൻ വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നെഞ്ചിടിപ്പിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. പഞ്ചായത്ത് പര്യടനങ്ങളും വാഹന പ്രചാരണ ജാഥകളുമായി കളം നിറയാനാണ് ശ്രമം. ഇന്നലെ മണ്ഡലത്തിലെത്തിയ മുഖ്യമന്ത്രി ഇന്ന് വഴിക്കടവിലും എടക്കരയിലും LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. UDF ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ട് പരാമർശിച്ച് അതിരൂക്ഷ ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഒരു വിഘടന ശക്തിയുടെയും ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണയോ ആശീർവാദമോ ഞങ്ങൾക്ക് ആവശ്യമില്ല. 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന ഒരു മുന്നണിയല്ല LDF. LDF സ്ഥാനാർത്ഥി സ്വരാജിന്റെ പഞ്ചായത്ത് പര്യടനം ഇന്ന് മൂത്തേടത്തായിരുന്നു. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ വോട്ടഭ്യർത്ഥന മൂത്തേടം പഞ്ചായത്ത് കേന്ദ്രീകരിച്ചു. വഴിക്കടവ് ചുങ്കത്തറ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചായിരുന്നു UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പര്യടനം. ആര്യാടൻ ഷൌക്കത്തിനായി വയനാട് MP പ്രിയങ്ക ഗാന്ധി നാളെ മണ്ഡലത്തിലെത്തും. മൂത്തേടത്തും നിലമ്പൂരിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും. വയനാട് മണ്ഡലത്തിലെത്തിയ പ്രിയങ്ക ഗാന്ധി UDF വൻ വിജയം നേടുമെന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. We are fighting very well for the bypoll and we are very hopeful of a good victory in it. കഴിഞ്ഞ ദിവസങ്ങളിൽ പരസ്യപ്രചാരണത്തിൽ സജീവമല്ലാതിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ഇന്ന് വൻ വാഹന പ്രചാരണത്തിനാണ് തുടക്കമിട്ടത്. വാഹന പ്രചാരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് PV അൻവർ നിർവഹിച്ചു. PV അൻവറിന് വോട്ട് അഭ്യർത്ഥിക്കാൻ തൃണമൂൽ MP യൂസഫ് പത്താൻ നാളെ മണ്ഡലത്തിലെത്തും. ടീം 24 നിലമ്പൂർ. പ്രചാരണം അതിന്റെ അവസാന ലാപ്പിലാണ്. കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നുണ്ട് മുന്നണികളുടെ പ്രചാരണം. ഇനി കൈവിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. പ്രചാരണ പാച്ചിലിനിടയിൽ പ്രതീക്ഷകളും നിലപാടുകളും സ്വരാജ് 24-നോട് പങ്കുവച്ചു. റിപ്പോർട്ടിലേക്കാണ്. ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പം നമ്മൾ ഇന്നുള്ളത് M സ്വരാജിനൊപ്പമാണ്. നിലമ്പൂർ LDF സ്ഥാനാർത്ഥി M സ്വരാജിനൊപ്പമാണ്. നമുക്കറിയാം M സ്വരാജിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത്രത്തോളം പ്രതീക്ഷിതമായിരുന്നില്ല. സ്വരാജ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി വരുമ്പോഴേക്കും നിലമ്പൂരിന്റെ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ്, പൊളിറ്റിക്കൽ സിനേറിയോ മൊത്തത്തിൽ മറിയുന്നതും പിന്നീട് വലിയ ചർച്ചയാവുന്നതൊക്കെ നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ നിലമ്പൂരെ ഒരു വഴിത്തിരിവ് എന്ന് പറയാൻ കഴിയുക ഈ ഘട്ടത്തിൽ അത് M സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് നിലമ്പൂർ പയ്യമ്പള്ളിയിലുള്ള M സ്വരാജിന്റെ വീട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. സമയം ഇപ്പോൾ 7 മണി കഴിഞ്ഞ് കൃത്യം 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഷാർപ്പ് സമയത്ത് തന്നെ M സ്വരാജ് പുറത്തേക്ക് ഇറങ്ങി. രാവിലെ തന്നെ ഒരുപക്ഷെ ഇത്രയും നേരത്തെ ഈ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും നേരത്തെ പ്രചരണം തുടങ്ങുന്നത് ഒരുപക്ഷെ M സ്വരാജ് ആയിരിക്കണം. ഒരു 6:45, 6:50 ആകുമ്പോഴേക്കും സ്വരാജ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അവിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് M സ്വരാജ്. പല വിഷയങ്ങളിൽ മാധ്യമങ്ങളോട് M സ്വരാജ് സംസാരിക്കുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ രാമംകുത്ത്, തോറംകുഴി, രാമകുത്ത്, പടിഞ്ഞാറേക്കര തുടങ്ങി ഈ നിലമ്പൂർ നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ ആണ് M സ്വരാജിന്റെ പ്രചരണ പരിപാടികൾ. ഇനി അധികം ദിവസങ്ങളില്ല. ഇനി ഏറെ ചുരുക്കം ദിവസങ്ങളേ ഉള്ളൂ. പരമാവധി വോട്ടർമാരെ നേരിൽ കാണുകയും വോട്ടഭ്യർത്ഥിക്കുകയുമാണ് ഇടതു സ്ഥാനാർത്ഥി M സ്വരാജ്. ഇന്നത്തെ പ്രചരണത്തിന് ആദ്യ പ്രചരണ സ്ഥലത്തേക്ക് LDF സ്ഥാനാർത്ഥി ശ്രീ M സ്വരാജ്, നിലമ്പൂരെ LDF സ്ഥാനാർത്ഥി M സ്വരാജ് വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്. M സ്വരാജിന്റെ ഒപ്പം വണ്ടിക്ക് ഞാനോട് കയറി. M സ്വരാജ് മൊത്തത്തിൽ എല്ലാം വളരെ പെട്ടെന്ന് തീയതി പ്രഖ്യാപിക്കുന്നു. കുറച്ച് ദിവസമേ ഉള്ളൂ സ്ഥാനാർത്ഥിത്വം. എന്താണ് ഇനിയിപ്പോ വളരെ കുറച്ച് ദിവസം മാത്രമേ പ്രചരണത്തിനുള്ളൂ താനും. എന്താണ് ഒരു ഫീൽ എന്താണ്? അതെ, ഇപ്പോ ഒരാഴ്ച ഉള്ളൂ. കഷ്ടിച്ചൊരാഴ്ച. സത്യത്തിൽ ഇതിന്റെ ആവശ്യമേ ഉള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുപാട് ദിവസം പ്രചരണത്തിന് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ചുരുങ്ങിയ ദിവസങ്ങളുടെ ആവശ്യമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഊർജിതമായി മുന്നോട്ടു പോകുന്നു. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്ന് വ്യക്തമായ ഘട്ടത്തിൽ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അതിന്റെ ആ ഘട്ടത്തിൽ നടത്തേണ്ട കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നിരുന്നതാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് നീണ്ടുപോയി. പിന്നെ അവസാന സമയത്ത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ആശങ്കകളൊക്കെ ഉയർന്നു വന്നുവെങ്കിലും പിന്നീട് പ്രഖ്യാപനം വരികയാണ് ചെയ്തത്. പക്ഷെ അപ്പോഴേക്കും പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായതായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരാശങ്കയും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷം നേരെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. ഇപ്പോ 10 നാൾ പിന്നിട്ടു. വലിയ ആത്മവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്ക് ഓരോ ദിവസം കഴിയുന്തോറും ആത്മവിശ്വാസം കൂടുതൽ അരക്കിട്ടുറപ്പിക്കും വിധമുള്ള അനുഭവമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ആവേശത്തോടെയും ആഹ്ലാദത്തോടെയുമാണ് ഞങ്ങൾ എല്ലാവരും ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഈ സ്ഥാനാർത്ഥികൾ പൊതുവെ ഈ പറഞ്ഞ മറ്റ് രാഷ്ട്രീയ ആ പ്രചരണകാലം ഉണ്ടാകുന്ന മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളെ പറ്റി അങ്ങനെ കാര്യമായ പ്രതികരണം നടത്തി കാണാറില്ല. അവർ കുറ്റം പറയാൻ പറ്റില്ല, അവർക്കത് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാവണം. പക്ഷേ സ്വരാജ് അങ്ങനെയല്ല. സ്വരാജ് എനിക്ക് തോന്നുന്നു ഈ കാലയളവിൽ വന്ന എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളോടും വളരെ വിശദമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. അതൊരു രീതിയാണ്. അല്ല, ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉയർന്നു വരുന്ന ഓരോ വിഷയങ്ങളിലും അഭിപ്രായങ്ങൾ ഉണ്ടാവണം. എല്ലായ്പ്പോഴും അവരത് പ്രകടിപ്പിക്കുമെന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ എല്ലാ ദിവസവും എല്ലാ വിഷയത്തെക്കുറിച്ചും പ്രതികരണം നടത്തുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ നവമാധ്യമങ്ങളെയാണല്ലോ അതിനാളുകൾ ആശ്രയിക്കുന്നത്. ഞാൻ നവമാധ്യമങ്ങളിലുണ്ട്, പക്ഷെ എല്ലാ ദിവസവും പ്രതികരണം അതിലൂടെ നടത്തുന്ന ശൈലി സ്വീകരിച്ചിട്ടില്ല. എന്നാൽ പ്രതികരിക്കണം എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ മാസത്തിലൊരിക്കലോ 2 മാസം കൂടുമ്പോഴോ ഒക്കെ ഒരു കുറിപ്പായിരിക്കും ഞാനിടുക. ആ ഒരു ഇതേ എനിക്കുള്ളൂ. എന്നാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ ഓരോ ദിവസവും ഞാൻ പങ്കെടുക്കുന്ന പരിപാടികളുണ്ട്. ആ പരിപാടികളിൽ സംസാരിക്കുമ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളോടുള്ള എന്റെ പ്രതികരണം അതിലുണ്ട്. ആ പ്രതികരണം കൂടിയാണ് ഞാൻ സംസാരിക്കുക. അതിപ്പോ മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചാൽ മാത്രമായിരിക്കും അത് പുറം ലോകത്തെത്തുക. അല്ലെങ്കിൽ അത് ആ മുന്നിലിരിക്കുന്ന ആളുകൾ മാത്രമേ കേൾക്കുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും ഉയർന്നു വരുന്ന സാർവദേശീയവും ദേശീയവും നമ്മുടെ നാട്ടിലുള്ളതുമൊക്കെയായ രാഷ്ട്രീയ സംഭവവികാസങ്ങളോട് പ്രതികരിക്കുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നത് ഒരു ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തന ശൈലി തന്നെയാണത്. അത് തെരഞ്ഞെടുപ്പ് സമയത്തും തുടർന്നു വന്നേ ഉള്ളൂ. അതിൽ വിശേഷമായിട്ട് വേറെ ഒന്നുമില്ല. സ്വരാജ്, ദീർഘസമയങ്ങൾ നീളുന്ന രാഷ്ട്രീയ പ്രവർത്തനം സ്വരാജിനൊന്നും ഒരു പുതുമയാവില്ല. എങ്കിൽ കൂടിയും ഇതിപ്പോ നമ്മൾ രാവിലെ 7 മണിക്ക് തുടങ്ങി രാത്രി 10 മണി വരെ നീളുന്ന കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതും ദിവസങ്ങൾ, അങ്ങനെ വിശ്രമം ഈ സമയത്ത് എടുക്കാൻ സാധ്യമല്ല. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ എക്സോസ്റ്റഡ് ആക്കുന്നുണ്ടോ? അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അത് പൊതുവെ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ പ്രവർത്തനം മറ്റുള്ള സമയത്തതിനേക്കാൾ കുറെ കൂടി ചടുലമായിരിക്കും. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമെന്നത് ഒഴിച്ചാൽ, അല്ലെങ്കിലും നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്രകളും യോഗങ്ങളും എല്ലാം നമ്മുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ടുണ്ട്. അത് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായിട്ട് ഇപ്പോൾ അനുഭവപ്പെട്ടിട്ടില്ല. ആദ്യം അൻവറിന്റെ കുറച്ച് കോലാഹലം, പിന്നെ ക്ഷേമ പെൻഷൻ, മലപ്പുറത്ത് അധിക്ഷേപിച്ച താരം തുടങ്ങിയ ചർച്ചയുണ്ടായി. അതിനുശേഷം ഈ പറഞ്ഞ അപകടത്തിൽ ഒരു ദാരുണമായ ദൌർഭാഗ്യ സംഭവം ഉണ്ടായി. എന്താണ് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി, ഇനി അവിടെ കപ്പൽ ദുരന്തത്തിൽ പോലും ഇവിടെ വിഷയമാവുന്നു. ഇതൊക്കെ എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാകും എന്നാണ് ഒരു ധാരണ, സ്ഥാനാർത്ഥിയുടെ ധാരണ? വോട്ടർമാരെ നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. സാമാന്യമായ ബുദ്ധിയും ചിന്താശേഷിയും ഒക്കെ ഉള്ളവരാണ് വോട്ടർമാരെന്നും അവർ നമ്മളെക്കാൾ താഴെയല്ല എന്നും നമ്മളെപ്പോഴും ചിന്തിക്കണം. അപ്പോൾ വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യകരമായ ഒരു തെരഞ്ഞെടുപ്പിന്റെയോ ജനാധിപത്യ പ്രക്രിയയോടെയോ ലക്ഷണമേ അല്ല. അത് സത്യത്തിൽ ജനങ്ങളോടുള്ളൊരു ബഹുമാനക്കുറവാണ്. അവരെ സ്വാധീനിക്കാൻ വിവാദങ്ങൾ മതി എന്ന് ചിന്തിക്കുന്നത് ഒട്ടും ജനങ്ങളോട് ബഹുമാനമുള്ള ഒരു സമീപനമേ അല്ല. ഞാൻ തുടക്കം മുതലേ പറയുന്നതാണ്, ഏത് തെരഞ്ഞെടുപ്പിലും, ഈ തെരഞ്ഞെടുപ്പിലെന്നല്ല, ഏത് തെരഞ്ഞെടുപ്പിലും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ, നാടിന്റെ വികസന സാധ്യതകൾ, വികസന പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും സംവാദവും നടക്കുമ്പോഴാണ് ജനങ്ങൾക്കും നാടിനും അതുകൊണ്ട് നേട്ടമുണ്ടാവുക. വിവാദങ്ങൾ ഒന്നും ബാക്കി വെക്കില്ല. വിവാദങ്ങൾ പലപ്പോഴും വിവാദത്തെ മാത്രമേ ബാക്കി വയ്ക്കൂ, അല്ലാതെ നാടിനെന്തെങ്കിലും നേട്ടം ഉണ്ടാവില്ല. അപ്പോൾ വിവാദത്തിലൂടെ ജനങ്ങളെ സ്വാധീനിക്കാനാവും, അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും, തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും, വികാരപരമായി ഇളക്കിവിടാൻ പറ്റും എന്നൊക്കെ ചിന്തിക്കുന്നത് കാലഹരണപ്പെട്ട
ഒരു ചിന്തയാണ്. സ്വരാജ് പോയ ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ പ്രചരണ വേദിയിലൊക്കെ സംസാരിക്കുന്നത് ഈ ജീവൽ പ്രശ്നങ്ങളെ കുറിച്ച് തന്നെയാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനെ ബാധിക്കുന്ന അവനവൻ നേരിടുന്ന ജീവൽ പ്രശ്നം തന്നെയാണ് ആദ്യ പറയോട്ടില്ലല്ലേ? അങ്ങനെയാണല്ലോ ലോകത്തിന്റെ തന്നെ ചരിത്രം. അതായത് ഓരോ കാലവും മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നയിക്കേണ്ടതാണ്. അപ്പൊ സാധാരണക്കാരും പാവപ്പെട്ടവരുമൊക്കെയായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ഉതകുന്ന നയങ്ങൾ ആവിഷ്കരിക്കപ്പെടുക എന്നത് തന്നെയാണ് രാഷ്ട്രീയം. ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഒരു ഭരണാധികാരി നയങ്ങൾക്ക് രൂപം കൊടുക്കുമ്പോൾ മനസ്സിലുണ്ടാവേണ്ടത് ആ രാജ്യത്തെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ മുഖമാണ് എന്ന്. മറ്റൊരർത്ഥത്തിൽ ജോസഫ് സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതി അളക്കാൻ ആ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന്റെ ജീവിതം പരിശോധിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന രാഷ്ട്രതന്ത്രജ്ഞരായിട്ടുള്ള ആളുകളെല്ലാം ഇക്കാര്യത്തിൽ ഏറെക്കുറെ സമാനമായിട്ടുള്ള ആശയഗതികൾ വെച്ച് പുലർത്തിയിരുന്നു എന്നാണ് കാണാൻ പറ്റുക. ഇപ്പോൾ ഒരു നാട് പുരോഗമിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ആ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം പുരോഗമിച്ചു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് പുരോഗമിക്കേണ്ടത്. ഒരു മനുഷ്യപക്ഷ വികസന കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത്. ഒറ്റ കാര്യമുണ്ട്, എഴുത്തുകാർക്ക് അവരുടെ നിലപാട് എല്ലാ കാലവും ഉണ്ട്. അത് CPM അനുകൂലമാകാം, CPM വിരുദ്ധമാകാം, ഇടതുപക്ഷ അനുകൂലമാകാം, ഇടതുപക്ഷ വിരുദ്ധമാകാം, ഇനി ഈവൻ സംഘപക്ഷമോ വലതുപക്ഷമോ ഒക്കെ എഴുത്തുകാരൊക്കെ ഉണ്ടല്ലോ. അപ്പോ അവരത് പറയുന്നത് വിവാദമാവേണ്ടതുണ്ടോ? നിലമ്പൂർ ഐശ്വര്യെ പറ്റിയൊക്കെ വളരെ മോശം പ്രതികരണം കണ്ടപ്പോൾ സങ്കടം തോന്നി. അതെ, അത് തീർത്തും അപലപനീയമായ ഒന്നാണ്, ഹീനമാണ്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ അയാളുടെ രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞാൽ അയാൾ പറയുകയാണ്, നിലമ്പൂരിൽ ഞാൻ ഈ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു എന്നൊരു സ്ഥാനാർത്ഥിയെ പറഞ്ഞാൽ അത് മറ്റൊരാൾക്ക് അതിൽ അഭിപ്രായം പറയാൻ എന്ത് അവകാശം? നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾ അങ്ങനെ പറഞ്ഞുകൂടാ, നിങ്ങൾ മിണ്ടരുത്, നിശബ്ദമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നൊക്കെ പറയാൻ ഇവരാരാണ്? അത് വളരെ പ്രകോപനപരമായ ഒരു കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത്, ഇപ്പൊ UDF സ്ഥാനാർത്ഥിയുടെ ഏതോ ഒരു പര്യടന പരിപാടിയിൽ ഒരു ചലച്ചിത്ര നടൻ നിൽക്കുന്നതായിട്ടൊരു ഫോട്ടോ ഞാൻ കണ്ടു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു നിലപാടാണ്. നമ്മളതിനെ മാനിക്കുകയാണ് വേണ്ടത്, ഒരഭിപ്രായം. അതേപോലെ LDFനെ ഒരാൾ പിന്തുണച്ചാൽ അതും മാനിക്കപ്പെടണം. പകരം LDFനെ പിന്തുണച്ചു എന്നതിന്റെ പേരിൽ നിലമ്പൂർ ഐഷയെ എത്ര പ്രായമുള്ള, എത്ര ഐതിഹാസികമായ ഒരു ജീവിതം നയിച്ച ഒരാളാണവർ. വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരാളാണ്. യാഥാസ്ഥിതികം കൊന്നുകളയാൻ ശ്രമിച്ചതാണ് അവരെ. സാമൂഹ്യ പരിഷ്കരണ രംഗത്ത്, നവോത്ഥാന രംഗത്തൊക്കെ അടയാളപ്പെടുത്തപ്പെട്ട ഒരു കേരള നൂർജഹാൻ എന്നൊരു ഘട്ടത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട മലയാള നാടകവേദിയുടെ അഭിമാനമാണ്. LDFനെ പിന്തുണച്ചതിന്റെ പേരിൽ ഈ പ്രായത്തിൽ അവര് തെറിവിളി കേൾക്കേണ്ടി വരികയാണ്, അധിക്ഷേപിക്കപ്പെടുകയാണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഉത്തരവാദിത്തമുള്ളവരാരെങ്കിലും ഇത് പരസ്യമായി തന്നെ വിലക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയണം. അതിൽ രാഷ്ട്രീയമോ പാർട്ടിയോ ഒന്നുമല്ല, അത് നമ്മുടെ സമൂഹത്തെ തന്നെ വല്ലാതെ താഴ്ത്തിക്കളയും എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ ആദ്യ സ്വീകരണ സ്ഥലത്തേക്ക്, ആദ്യ പ്രചരണ സ്ഥലത്തേക്ക് സ്വരാജ് LDF സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് സ്വരാജ് എത്തുകയാണ്. നൂറുകണക്കിന് കുറെ അധികം പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഇങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. ചെറിയ പരിപാടികൾ ചെറിയ സമയപരിധിയിൽ പൂർത്തിയാക്കി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇടത് സ്ഥാനാർത്ഥി മാത്രമല്ല പൊതുവിൽ സ്ഥാനാർത്ഥികളുടെ ഒരു സ്ട്രാറ്റജി. നമുക്കെന്തായാലും ആദ്യ പ്രചരണ യോഗ സ്ഥലത്തേക്ക് ഇറങ്ങാം. ഇതിലെ സ്ഥാനാർത്ഥി വരുമ്പോൾ തുടങ്ങിയ ആവേശം ഇപ്പോഴും അതേപോലെ പ്രകടമാണ്. വരുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലാണ് ഇപ്പോഴത്തെ ആവേശം. സ്വരാജിനെ അറിയുന്നവർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുദ്രാവാക്യം അറിയുന്നവർ കൂടുതൽ ഇപ്പോ അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവിടെ MLA മാരുണ്ട്, CPMന്റെ മുതിർന്ന നേതാക്കളുണ്ട്, LDFന്റെ മുതിർന്ന നേതാക്കളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മണ്ഡലത്തിലേക്ക് നേതാക്കളൊക്കെ ചുരുങ്ങി എല്ലാവരും ഒന്ന് നിറഞ്ഞു നിൽക്കുന്ന ദിവസങ്ങളാണ്, നിലമ്പൂരിന്റെ രാഷ്ട്രീയ ദിവസങ്ങളാണെന്ന് ഉറപ്പായി മാറി. അപ്പൊ കൊടുമ്പിരിയുടെ പ്രചരണമാണ്. ഇവിടെ മഴയുണ്ടെങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തിൽ മഴ ആ പ്രചരണത്തിന്റെ ചൂടിനെ ബാധിക്കുന്നതില്ല. എന്താ ഒരു പ്രചരണ വാഹനം ഇവിടെ സെറ്റായി നിൽക്കുകയാണ്. ഇതങ്ങോട്ടുള്ള ഇത് സ്വരാജിന്റെ കൂടെ ഇപ്പൊ തോട്ടിന്റെ അക്കരെ കൊണ്ടാക്കിയിട്ടേ നമ്മളെ രാമകുത്ത് തോണിപ്പോയിൽ വാർഡിൽ കൊണ്ടാക്കിയിട്ടേ വരുള്ളൂ. മഴ വർഷമുണ്ടോ? മഴ എന്ത് പ്രശ്നം? ഇപ്പൊ ഈ ഇലക്ഷൻ ഒന്നും മഴ ഒരു വിഷയമല്ലേ നമുക്ക്. എന്താ പറയുക, ഈ പ്രാവശ്യം
എങ്ങനെയാണേലും വേണ്ടില്ല സ്വരാജിനെ വിജയിപ്പിക്കണം. ഇത് സ്വരാജിനൊപ്പമുള്ള പ്രചരണ വാഹനമാണ്. പ്രചരണ വാഹനത്തിനൊപ്പം നമ്മളും പോവാണ്. നമ്മൾ സ്വരാജിനൊപ്പം ഇന്ന് അവസാന പരിപാടി പറയുന്നുണ്ട്. ചെറിയ പരിപാടികൾ വളരെ പെട്ടെന്ന് പൂർത്തിയാക്കി കൂടുതൽ ആളുകളെ കാണുക എന്നുള്ളതാണ് എല്ലാ മുന്നണി സ്ഥാനാർത്ഥികളുടെ സ്ട്രാറ്റജി. സ്വരാജും അങ്ങനെ തന്നെയാണ്. അപ്പോൾ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടി നടക്കുകയാണ്. മുക്കട്ടയിലെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഏതെങ്കിലും തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളല്ല എം സ്വരാജ് ഈ പരിപാടിയിലൊക്കെ പറയുന്നത്. എന്താണ് ലൈഫ് മിഷൻ, വീട്, കറണ്ട് കെട്ടില്ലാതായത് തുടങ്ങിയ ജീവൽ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടാണ് LDF സ്ഥാനാർത്ഥിയുടെ ഈ പറയുന്ന പ്രചരണ യാത്ര. അങ്ങോട്ട് പോവാം, നമ്മൾ കൂടെ പോവാം. LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രചരണം അങ്ങനെ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നിലമ്പൂർ കുട്ടിക്കുന്നിലാണുള്ളത്. പോകുന്ന വഴി, അടുത്ത പ്രചരണ സ്ഥലത്തേക്ക് പോകുന്ന വഴി ഇതാ ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നു, ജോലി ചെയ്യുകയാണ്. അപ്പോൾ അവരോട് വോട്ടഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് അദ്ദേഹം സ്വരാജ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വഴിയിൽ കാണുന്ന ചെറിയ ഗ്രൂപ്പുകൾ, ചെറിയ കൂട്ടങ്ങൾ ഒക്കെ കണ്ടാലൊക്കെ ഇറങ്ങിയെന്ന് വോട്ട് ചോദിക്കാം എന്നുള്ളത് തന്നെയാണ് ആ പ്രചരണ സ്ട്രാറ്റജി. അതങ്ങനെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണം തുടരുകയാണ്. ഈ ദിവസങ്ങൾ മാത്രം പ്രചരണത്തിൽ ബാക്കി. അപ്പൊ ഉച്ചഭക്ഷണത്തിന് മുൻപുള്ള അവസാന പ്രചരണ പരിപാടിയിലാണ് എം സ്വരാജ് ഉള്ളത്. ഇപ്പോ ഇതെവിടെയാണ്? പാത്തിപ്പാറ മേഖലയിലാണ് സ്വരാജിന്റെ ഉച്ചസമയത്തെ പ്രചരണം. ഇവിടെയും വലിയ യോഗങ്ങളല്ല, ചെറിയ സമയം മാത്രം എടുക്കുന്ന യോഗങ്ങൾ. വലിയ രാഷ്ട്രീയ പ്രസംഗങ്ങളില്ല. ജനങ്ങൾ നേർക്കുനേർ ബാധിക്കുന്ന അതിജീവന പ്രശ്നങ്ങൾ, ജീവൻ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള എം സ്വരാജിനെ പോലെ ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ വോട്ടഭ്യർത്ഥന അങ്ങനെ തുടരുകയാണ്. അതുകൊണ്ട് ഈ പരിപാടി അവിടെ കഴിയുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചഭക്ഷണത്തിന് ശേഷം 3:30 അടുത്ത പരിപാടി. ആ പരിപാടി പൂർത്തിയാക്കി ഓരോരുത്തരോട് നേർക്കുനേർ വോട്ട് ചോദിക്കുന്നതിലേക്ക് അത് കടത്തിരിക്കുന്നു LDF സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജ്. അപ്പൊ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥി പര്യടനം, പ്രചരണ പരിപാടികൾ അങ്ങനെ തുടരുകയാണ്. കരോളായി പഞ്ചായത്തിലാണ് ഇന്നത്തെ സെക്കൻഡ് ലാസ്റ്റ് പരിപാടിയാണ്. അവസാന പരിപാടി കുറച്ചുകൂടെ അപ്പുറം മാറിയാണ് സമാപന സമ്മേളനം. ഇവിടെ പുല്ലഞ്ചേരി എന്ന് പറഞ്ഞാണ്. ഇവിടെ പാട്ടും പാട്ടൊക്കെ ഇവിടെ വളരെ സജീവമായി എത്തിയിരിക്കുന്നു. രാവിലെ തുടങ്ങിയ പ്രചാരണ സമാപനമാണ്. കരോളായിലെ അവസാന സ്ഥലത്താണ് പ്രചരണം. മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും ആവേശം കുറവില്ല. നാളെ വീണ്ടും എം സ്വരാജ് ഇറങ്ങും. ഈ തിരക്കിട്ട ദിവസങ്ങൾ തന്നെയാണ് സ്ഥാനാർത്ഥികൾക്ക്, മുന്നണികൾക്ക്. അപ്പൊ കരോളായിൽ നിന്നും ക്യാമറമാൻ അബിത്തിനും LDF സ്ഥാനാർത്ഥി എം സ്വരാജിനുമൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24.